തിരൂർ സബ് ആർടി ഓഫീസിലെ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണിത്. ജനങ്ങളെ സേവിക്കേണ്ട 23 ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയ സാമ്പത്തിക തട്ടിപ്പ്. കഴിഞ്ഞ മാസം 13-ന് ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നിട്ടോ നടപടിയെടുക്കേണ്ടവർ കണ്ണടച്ചു. ജോയിന്റ് RTO മുതൽ ടൈപ്പിസ്റ്റ് വരെയുള്ളവരാണ് കേസിൽ പ്രതികൾ. ബസ്സും കാറും ലോറിയും അടക്കം ടാക്സി വാഹനങ്ങൾ ഓടാതെ കിടന്നാൽ നികുതി ഇളവ് ഉടമയ്ക്ക് ലഭിക്കും. അത്തരം ക്രമക്കേടുകളിലാണ് വെട്ടിപ്പ്. പലർക്കും വാഹന നികുതി ഒഴിവാക്കി നൽകിയും പണം കീശയിലാക്കി. ടാക്സി ഉപയോഗത്തിനുള്ള വാഹനം പ്രൈവറ്റ് ആക്കി നൽകിയും ക്രമക്കേട്. 2021 രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് 6 മാസത്തേക്ക് നികുതി ഒഴിവാക്കി 2022 രജിസ്റ്റർ ചെയ്യാനും അനുവാദം നൽകി. ഇഷ്ടക്കാരായ വാഹന ഉടമകൾക്ക് വേണ്ടി തെറ്റായ നികുതി കണക്കാക്കൽ. ആഡംബര അന്യസംസ്ഥാന വാഹനങ്ങൾക്ക് നികുതി കുറച്ച് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അനുവാദം. അങ്ങനെ പോകും ക്രമക്കേടുകൾ. ഗതാഗത വെബ്സൈറ്റിൽ കൃത്യമായി വാഹനങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താതെയും നികുതി കുറച്ചെഴുതിയുമാണ് സഹായങ്ങൾ ചെയ്യുന്നത്. 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് നടത്തിയത് 8 പേരാണ്. ഇവരുൾപ്പെടെ പലരും സർവീസിൽ തുടരുന്നു. മറ്റൊരു സാമ്പത്തിക കുറ്റത്തിൽ സസ്പെൻഷനിലുള്ള 2 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനുള്ള ശ്രമവും പിന്നണിയിൽ നടത്തുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശുപാർശ ചെയ്ത വിജിലൻസ് അന്വേഷണവും തിരൂർ പോലീസ് എടുത്ത കേസും വഴിമുട്ടി. ഒരു സബ് RT ഓഫീസിലെ തട്ടിപ്പ് 2.25 കോടി. എല്ലായിടത്തും ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ കാര്യക്ഷമമായ അന്വേഷണം നടന്നാൽ ഇതിനപ്പുറമുള്ള വൻ തട്ടിപ്പുകൾ പുറത്തു വരണം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.